ഐസി ബാലകൃഷ്ണൻ തന്നെ നമുക്ക് പോകുന്നുണ്ട്. ഞങ്ങളിപ്പോൾ മന്ത്രി കെ രാജനുമായി സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു ഇന്നിപ്പോൾ ഞായറാഴ്ചയ്ക്ക് ആയതുകൊണ്ട് കൂടുതൽ ആളുകൾ വന്നതുകൊണ്ടുള്ള ചിലപ്പോൾ ഒരു പ്രയാസം ഉണ്ടായി കാണാം എന്നുള്ളതാണ്. പക്ഷേ പ്രശ്നം അങ്ങനെയാണോ? ഇത് പരിഹരിക്കപ്പെടുന്നതിന് വേണ്ടിയുള്ള എന്ത് ഇടപെടലാണ് ഇപ്പോൾ നടത്താൻ സാധിച്ചിരിക്കുന്നത്? അല്ല, തീർച്ചയായിട്ടും പരിഹരിക്കപ്പെടണം. ഫുഡിൻ്റെ കുറവുണ്ടാകരുത്. കാഴ്ചക്കാർക്കല്ല, സന്ദർശകർക്കല്ല. ഇവിടെ 30-ാം തീയതി മുതൽ ഇന്നും കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്ന റെസ്ക്യൂ, മിലിറ്ററി, പോലീസ്, ഈ നാട്ടിലെ ജനങ്ങൾ എല്ലാവരും ഇവിടെയുണ്ട്. എല്ലാം നന്നായി നടക്കുമ്പോൾ ഫുഡിൻ്റെ കാര്യത്തിൽ ഒരു പരാതി വരുമ്പോൾ അത് കൃത്യമായി പരിശോധിക്കപ്പെടേണ്ടത് ഞങ്ങളുടെ ചുമതല തന്നെയാണ്. ഞാനിപ്പോൾ റവന്യൂ അധികൃതമായി സംസാരിച്ചപ്പോൾ ആവശ്യമുള്ള ഫുഡ് ഇവിടെ കൊടുക്കുന്നു, എന്തുകൊണ്ടാണ് ഇവരുടെ കൈകളിലേക്ക് എത്താത്തത്? അത് കൃത്യമായി വിലയിരുത്തി അതിന് പരിഹാരമുണ്ടാക്കണം എന്നുള്ളതാണ്. അതായത് വിതരണത്തിൽ എവിടെയോ ഒരു പാളിച്ച സംഭവിക്കുക, സിസ്റ്റം ഇല്ല എന്നുള്ളതാണ്. ആ സിസ്റ്റം ഉണ്ടാക്കേണ്ട കാര്യത്തെക്കുറിച്ച് ഗൗരവമായി ആലോചിക്കണമെന്ന് ഞങ്ങൾ മിനിസ്റ്റർമാരോടടക്കം ഞങ്ങൾ ഒരുമിച്ച് നിന്ന് കാര്യങ്ങൾ ചെയ്യും. കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടോ? അതിലേതെങ്കിലും ചർച്ചകൾ മന്ത്രിമാരോടൊക്കെ? ഇല്ല, ഞാനിപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് ഈ സംഭവം അറിയുന്നത്. സംഭവം വളരെ വൈകാരികമായുള്ള രീതിയിൽ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്ന് ആംബുലൻസ് പോലും തിരിച്ചു വന്നിട്ടുണ്ട്, രക്ഷാപ്രവർത്തകർ പോലും തിരിച്ചു വന്നിട്ടുണ്ട്. ഭക്ഷണം കിട്ടുന്നില്ല എന്ന് പറയുന്നു. പക്ഷേ ഇവിടെ 5000 പൊതി ഭക്ഷണം കൊടുക്കുന്നു എന്ന് പറയുന്നു. 6 സോണുകളിൽ തിരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ അത് എവിടെയാണോ ഇതിൻ്റെ തകരാറ് സംഭവിച്ചതെന്ന് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ഭക്ഷണമില്ലാതെ കഠിനാധ്വാനം, രക്ഷാപ്രവർത്തനം നടത്താൻ കഴിയില്ല. വിനിത, MLA സ്റ്റാൻഡ് വളരെ ക്ലിയർ ആണ്. അതായത് ഇപ്പോൾ ഒരു വിവാദത്തിലേക്ക് പോകേണ്ട സമയമല്ല, അതുകൊണ്ട് തന്നെ കൂട്ടായ ഒരു തീരുമാനത്തിലൂടെ കൂട്ടായൊരു തീരുമാനം ഇതിൻ്റെ അകത്തുണ്ടാണ്. ഞാനിപ്പോൾ അവിടെ പോലീസ് മേധാവിയുണ്ട്, അദ്ദേഹത്തോട് പറഞ്ഞു ഇന്നിപ്പോൾ കള്ളാടി ഇന്നലെ ആ ഹോട്ടൽ പൂട്ടരുത് എന്ന് ഞാനും ഇവിടുത്തെ MLA സിദ്ദിഖും ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞിരുന്നു. ഇന്ന് രാവിലെ ഇപ്പോൾ റവന്യൂ അധികൃതരോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് അത് പൂട്ടാൻ ഞങ്ങൾ പറഞ്ഞിട്ടില്ല. പക്ഷേ പോലീസിന് ആര് ഡയറക്ഷൻ കൊടുത്തു? ഏതൊരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനാണ് അവരോട് കെട്ടും പെട്ടിയൊക്കെ മടക്കി പോയിക്കോളാൻ പറഞ്ഞത്? ലൈവ് ഫുഡാണ് അവിടെ. ലൈവ് ഫുഡ് എന്ന് പറഞ്ഞാൽ ലൈവ് ഫുഡാണ്, അത് പ്രോത്സാഹിപ്പിക്കണം. മാത്രമല്ല അവിടെ പുഞ്ചിരിമട്ടം, മുണ്ടക്കൈ, അട്ടമല മേഖലകളിലൊക്കെ വൈകുന്നേരം വിശന്ന് തളർന്നു പോകുന്നവരവിടെ വണ്ടി നിർത്തി കിറ്റാച്ച് ഡ്രൈവർമാരോടൊക്കെ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടാണ് പോകുന്നത്. ശരിക്കും നമുക്ക് ഗവൺമെൻറ് സംവിധാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവിടെ 1, 2, 3, 4 ഫുഡ് സേഫ്റ്റി ഓഫീസർമാരെ വെച്ച് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഡ്യൂട്ടിക്കിട്ട് യഥാർത്ഥത്തിലുള്ള ആളുകൾ തന്നെയാണ് ഫുഡ് കഴിക്കാൻ വരുന്നത്, അല്ല സന്ദർശകരാണെന്ന് പരിശോധിക്കാൻ കഴിയും. അങ്ങനെയൊരു സിസ്റ്റം. അതും അവിടെ ഫുഡ് കൊടുക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് നാട്ടുകാരാണ്. ഈ നാട്ടുകാരാണ് ഫുഡ് കൊടുക്കുന്നത്. ഇടപെടലുണ്ടാകും. നിഷ്പക്ഷമായ പരാതി പരിഭവങ്ങളൊന്നും ഇല്ലാതെ ആ ടീമിനൊക്കെ വിളിച്ചിരുത്തി അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ അവർക്ക് അതിൻ്റെ നിർദ്ദേശങ്ങളൊക്കെ കൊടുത്ത് ഇത് പരിഹരിക്കപ്പെടണമുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം.